ഇരുമ്പിൻ്റെ ദോശത്തവ എളുപ്പത്തിൽ എങ്ങനെ മയക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഇരുമ്പിൻ്റെ ദോശത്തവ ഞാൻ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ് സവോള കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വാടുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് തന്നെ ആയിരിക്കണം. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ദോശ ചുട്ടെടുക്കാൻ പാകത്തിന് ചട്ടി മയക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലൊന്ന് നോക്കുക, കിട്ടുമെന്ന് അറിയില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ലെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടിയെടുത്ത ശേഷം ആ സവോള നമ്മൾ കളഞ്ഞു കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കഴുകാതെ തന്നെയാണ് വീണ്ടും നല്ലെണ്ണ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ എല്ലാ ഭാഗത്തും കവറിങ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോഴും ഫ്ലെയിം കുറച്ച് തന്നെയാണ് കേട്ടോ. അങ്ങനെ 2-3 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതുപോലെ തന്നെ മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് അടുത്ത ദിവസം അതായത് പിറ്റേ ദിവസം കാലത്ത് ഈ എണ്ണ കളഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലും ദോശ ചുടാറ്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. ഒരു നെയ്യിൻ്റെയും വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ അങ്ങനെയും കൂടി ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ പുതിയ ദോശത്തവയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് നോൺ സ്റ്റിക്കാണ്. അതെന്തായാലും കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വന്ന് തുടങ്ങും. ഹെൽത്തിനും നല്ലതല്ലല്ലോ എന്തായാലും അതിലുണ്ടാക്കുന്നത്. ഇതിലാകുമ്പോൾ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. ആദ്യത്തെ ദോശ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നോൺ സ്റ്റിക്കിൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത മെത്തേഡ് അതുപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദോശയും ചുട്ടെടുക്കും തോറും കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മൺചട്ടി മയക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോയിലുണ്ട്, ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്ത് നോക്കുക. രണ്ടും ഞാൻ ചെയ്തിരിക്കുന്നത് മൺചട്ടി ആയാലും ദോശൻ്റെ ഇരുമ്പ് തവയായാലും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചുട്ട് കഴിയുന്ന സമയത്ത് കഴുകിയിട്ട് നല്ലോണം ഡ്രൈ ആക്കുക. അതുപോലെ വെള്ളത്തോടു കൂടി വെക്കണ്ട കേട്ടോ. അപ്പോൾ ചിലതൊക്കെ തുരുമ്പെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ദോശത്തവയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മീൻ പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടാതാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ഒട്ടൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം രാത്രി ഈ പാൻ ഒന്ന് ചൂടാക്കുക. ചൂടാക്കി എടുത്ത ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഒരു ദോശത്തവ ചൂടായാൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒരുപാട് ഒഴിച്ചൊന്നും വെക്കേണ്ട. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ എണ്ണ ആക്കില്ലേ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം ചുടുമ്പോൾ ഈസി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എന്തെങ്കിലും ഹോട്ടലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാൻ മൺചട്ടി മയക്കുന്ന വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഇരുമ്പിൻ്റെ ദോശത്തവ കൂടി മയക്കുന്ന വീഡിയോ ചെയ്യാമോ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഇരുമ്പിൻ്റെ ദോശത്തവ വാങ്ങിയതും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടി വീഡിയോ ചെയ്യാമെന്ന് കരുതി. നേരത്തെ ഉണ്ടായിരുന്നത് എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു കേട്ടോ. അത് ചുട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കാണ് അതിൻ്റെ സൈഡ് പൊടിഞ്ഞു തുടങ്ങുക, ആകെ വൃത്തികേടാവുക കേട്ടോ. ഈ ഇരുമ്പ് തവയിൽ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ കൂടുതൽ ആളുകളും ഈ നോൺ സ്റ്റിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നോൺ സ്റ്റിക്കിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇരുമ്പ് ദോശ തവയിലും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക.